Good morning, all. Good morning, ma'am. Good morning, ma'am. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. അതാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വൈകിയത് കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ, പ്രെയർ ഒക്കെ പറഞ്ഞോ നിങ്ങള്? അറിഞ്ഞില്ല. നമ്മള് മോണ്ടിസോറി കുട്ടികളല്ലേ, അപ്പോ നമ്മളുടെ ക്ലാസ്സില് ഇങ്ങനെ എന്താ പറയാ, ടീച്ചർ ലേറ്റ് ആവേ അല്ലെങ്കിൽ വൈകി കയറിയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണമായിരിക്കും മാക്സിമം ഞങ്ങള് ലേറ്റ് ആവുന്നത്. അല്ലാതെ ഞങ്ങളാരും ലേറ്റ് ആവാറില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മളുടെ ഫസ്റ്റ് പാർട്ട് സൈനിങ് തോട്ട് ഓഫ് ദ ഡേ ആൻഡ് എന്താണ് പ്രയർ നിങ്ങൾ പറഞ്ഞിരിക്കണം കേട്ടോ, നെക്സ്റ്റ് ക്ലാസ് മുതൽ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ പ്രയർ മാത്രം നമുക്ക് പറയാം. ആരാണ് ഇന്ന് പ്രയർ പറയുന്നേ? ആരില്ല? ഞാൻ പറയാം മിസ്. ഓക്കേടാ. Oh God, giving love all might. Oh God, giving happy all mind. Oh God, giving good thought all mind. Oh God, giving smile all face. സൈനിങ് ആദ്യം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റ് വെച്ചിട്ടോ ഇൻസിഡന്റ് വെച്ചിട്ടോ എന്തെങ്കിലും അല്ലെങ്കിൽ സൈനിങ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം. നമ്മൾ ഏത് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? പാർട്ട് 3 മരിയ മോണ്ടിസോറി. ഓക്കെ, പാർട്ട് 3 ആയിരുന്നു മരിയ മോണ്ടിസോറി. അതിൽ എവിടെ വരെ എടുത്തു എന്ന് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? സെമിനാറാണ് മാം ചെയ്യേണ്ടത്. സെമിനാറാണ്. സെമിനാർ കംപ്ലീറ്റ് ആയി. ഞാൻ ഇവിടെ വരെ എടുത്തു. ഇതൊരു ഫസ്റ്റ് പേജ് ആണ്. എന്റെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എം ടി ഫസ്റ്റ് പേജ് എടുത്തു എന്നാണ്. ഒബ്സർവേഷൻസ് പറഞ്ഞോ മാം? മെന്റൽ കോൺസെൻട്രേഷൻ, ഫ്രീഡം ഓഫ് ചോയ്സ്, അതൊക്കെ ഒന്ന് പോവായിരുന്നു. ഡിസ്കവറി അതുവരെ പറഞ്ഞു. അത് വെറുതെ ഒരു ഇൻട്രോ മാത്രമേ പറഞ്ഞുള്ളൂ മാം. അടുത്ത ക്ലാസ്സിൽ വൃത്തിയായി പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. എവിടെ വരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു? മെന്റൽ കോൺസെൻട്രേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട് ഫുള്ള്? അല്ല, എല്ലാത്തിന്റെ ഇൻട്രോ പറഞ്ഞു, ഡിസ്കവറീസ് പറഞ്ഞു, ജസ്റ്റ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഡിസ്കവറീസ് മരിയ മോണ്ടിസോറി നമ്മള് സ്കൂൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കുട്ടികളിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയത്. നിങ്ങളും അതെ, നിങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും നമ്മളുടെ ലെവല് നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കുട്ടികളിൽ നിന്നായിരിക്കും പഠിക്കുന്നത്. ചിലപ്പോ കുട്ടികൾ പറയുന്ന സജഷൻസ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരുപാട് മാറ്റും. ഇപ്പം ഞങ്ങളുടെ കേസ് ആണെങ്കിൽ എന്നെ മാറ്റിയിട്ടുണ്ടാവും. ഞാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നതിന് ശേഷം എന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, സത്യമായിട്ടും ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഭയങ്കരമായിട്ട് സ്പീഡിലാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ അവർ പറയും സ്പീഡിലാണ് മിസ്റ്റേക്ക് ക്ലാസ്, എനിക്ക് ആ ഒരു പോർഷൻ കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്റേതായ ഇംപ്രൂവ്മെന്റ്സ് ഞാൻ എന്റെ ആ ടീച്ചിങ് പ്രാക്ടീസിൽ കൊണ്ടുവരും. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ടീച്ചിങ്ങിന് വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കംപ്ലൈൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. കംപ്ലൈൻസ് വരാണെങ്കിൽ അത് നമ്മൾ റെക്ടിഫൈ ചെയ്ത് കുറച്ചും കൂടി മോഡിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ നമ്മൾ ഓരോ കാര്യങ്ങളും കുട്ടികളിൽ നിന്ന് ഡിസ്കവർ ചെയ്യും. കുട്ടികളിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അത് ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ കുട്ടികളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്,
ഓക്കെ. അപ്പൊ കുട്ടികളിൽ നിന്നായിരിക്കും നമ്മൾ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കവർ ചെയ്യുന്നത്. അപ്പൊ നമ്മളത് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, മാറും. അപ്പൊ മോണ്ടിസോറി ഇതേപോലെ തന്നെ ഡിസ്കവേർഡ് ആസ് ദ വേൾഡ് വിത്തിൻ ദ ചൈൽഡ്. മോണ്ടിസോറി ഡിസ്കവർ ചെയ്തെന്നാണ് ഒരു വേൾഡ് അതിലുണ്ട്, കുട്ടികളിലുണ്ട്. ആ ഒരു ഡിസ്കവറീസ് ആണ്, കുട്ടികളിലുള്ള ഓരോ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഓരോ ഡിസ്കവറീസ് ആണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ്സ് റിയലി ദിസ് ഡിസ്കവറി വിച്ച് മേഡ് ഹെർ ഫേമസ്. കുട്ടികളിൽ നിന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഒബ്സർവ് ചെയ്തതിലൂടെയാണ് ഈ ഒരു മെത്തേഡ് തന്നെ ഫേമസ് ആക്കിയത്. നോട്ട് ഹർ മെത്തേഡ്, എന്താ പറയുക, മോണ്ടിസോറിയുടെ മെത്തേഡിനേക്കാളും മോണ്ടിസോറിയുടെ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ പറയാൻ പോകുന്ന ടെൻഡൻസീസ് ആണ് കൂടുതലായിട്ട് മോണ്ടിസോറിനെ എന്ത് ചെയ്തത്, കുറച്ചും കൂടി ഫേമസ് ആക്കിയത്. ആദ്യം പറയുന്നത് മെന്റൽ കോൺസെൻട്രേഷൻ ആണ്. നമ്മൾ മോണ്ടിസോറി കുട്ടികളിൽ കണ്ടുവരുന്നത് കോൺസെൻട്രേഷൻ പവർ. നമ്മള് നോർമലൈസേഷൻ ഡിവിയേഷൻ ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ കോൺസെൻട്രേഷന്റെ കാര്യമൊക്കെ പറഞ്ഞു. കുട്ടികൾ ഓരോ കാര്യങ്ങളും ഓരോ വർക്കും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ എന്ത് വരുന്നുണ്ട്, കോൺസെൻട്രേഷൻ കൂടാനായിട്ട് കാരണമാകുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്തായിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ അവർക്ക് ആ ഒരു ശ്രദ്ധ, അവർക്ക് ആ ഒരു പോയിന്റിലേക്ക് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. കാരണം ഐ ഹാൻഡ് കോർഡിനേഷൻ പ്രോപ്പർ ആയാൽ മാത്രമേ ഓരോ ആക്ടിവിറ്റീസും അവർക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കോൺസെൻട്രേഷൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, അക്യൂർ ചെയ്യാൻ പറ്റുന്നു. അതേപോലെ തന്നെ അവർ ചുറ്റുള്ള കാര്യങ്ങളിൽ നിന്നും അവർക്ക് അവരുടെ മൈൻഡിന് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ അവർക്ക് മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബെറ്റർ ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് ഫ്യൂച്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രെഡിക്ട് ചെയ്യാൻ പറ്റും. കാരണം പുറത്ത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അവന്റെ മൈൻഡ് ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേറ്റ് ചെയ്തു അവന്റെ വർക്കിൽ മാത്രം അവൻ എന്ത് ചെയ്യാൻ പറ്റും, കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റും. ഇതിന് മീനിങ് മെന്റൽ കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവൻ ഒറ്റയ്ക്കാക്കുക എന്നുള്ളൊരു മീനിങ് അല്ല. അവന്റെ മൈൻഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഐസൊലേറ്റ് ചെയ്യുന്നത്. ആ ഒരു കുട്ടീനെ മാത്രം ഐസൊലേറ്റ് ചെയ്യാന്നല്ല ഇവിടെ പറയുന്നത്, അവന്റെ മൈൻഡിനെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഐസൊലേറ്റ് ചെയ്യുന്നു. അതാണ് എന്ത്, മെന്റൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. മരിയ മോണ്ടിസോറി ഫൗണ്ട് ദാറ്റ് children are young as their 3 years of age were able to concentrate. മരിയ മോണ്ടിസോറി പറയാണ് 3 വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുന്നുണ്ട്, അവന് കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങേണ്ട പ്രായമായിട്ടുണ്ട്. കോൺസെൻട്രേഷൻ അവർക്ക് സ്വന്തമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഒരു ഏജിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. ദെൻ ഈ നമ്മൾ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ ഉണ്ടോ, നമ്മള് കോൺസെൻട്രേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികൾ ചിലപ്പോൾ ഡിസ്റ്റർബ് ആയിട്ടുള്ള ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. കോൺസെൻട്രേഷൻ ഞാൻ ചെക്ക് ചെയ്യണ എന്തൊരു മെത്തേഡാണ്, അവരെ കൊണ്ട് ഡ്രോ ചെയ്യിക്കും, വരപ്പിക്കും, ഷെയ്ഡ് ചെയ്യിക്കും, കളർ ചെയ്യിക്കും. അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാൽ അവർ കറക്റ്റ് ആയിട്ട് അത് ഷെയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഷെയ്ഡ് ചെയ്തത് അല്ലെങ്കിൽ അവർ കളറിംഗ് പേപ്പർ ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്തിട്ട് അവർ കറക്റ്റ് ആയിട്ട് കളർ ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്താണ്, പഠിക്കാൻ കഴിവില്ലാണ്ടൊന്നല്ല, അതെന്താണ്, അവനത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. അങ്ങനെ ഞാൻ മനസ്സിലാക്കും. ഇനി ആ കുട്ടി പ്രോപ്പർ ആയിട്ടല്ല കളർ ചെയ്യുന്നത്, ആ ലൈനിന്റെ ഉള്ളിലല്ല പുറത്തൊക്കെ ആയിട്ട് കളർ ചെയ്യുന്നുണ്ട്, അപ്പൊ മനസ്സിലാക്കും ഡീവിയേറ്റഡ് ആണ്. എന്റെ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നോക്കണം, ഡ്രോ ചെയ്യിച്ച് നോക്കാം നമുക്ക് കുട്ടികൾ കോൺസെൻട്രേറ്റഡ് ആണോ അല്ലെങ്കിൽ ഡീവിയേറ്റഡ് ആണോ അല്ലെങ്കിൽ നോർമൽ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഡ്രോയിങ് ആണ് എൻ്റെ ഒരു മെത്തേഡായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. കാരണം നല്ല രീതിയിൽ ഹൈയും ഹാൻഡും കോർഡിനേഷൻ എവിടെ ആവശ്യമാണ്, ഡ്രോയിങ്ങിന്റെ കാര്യത്തിൽ ആവശ്യമാണ്. നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കത് കോൺസെൻട്രേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്താൽ മാത്രമേ ഒരു പുറത്ത് പോവാത്ത രീതിയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡ്രോ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് നോക്കാറുണ്ട് ചില കുട്ടികളിൽ. ഒരു പാരന്റ്സിനെ പറയും ഒരു കാര്യം ചെയ്യുന്നതിൽ അക്ഷരങ്ങൾ പോലെ രീതിയിലാണ് എന്നൊക്കെ നമ്മളോട് വന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു മെത്തേഡായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഞാൻ അപ്പൊ അവർ വിചാരിക്കുന്നത് എന്താണ്, ടീച്ചർ വരയ്ക്കാനാണല്ലോ കൊടുക്കുന്നതിനൊക്കെ. പക്ഷെ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, അത് നോർമലൈസ്ഡ് ആണോ ഡീവിയേറ്റഡ് ആണോ നമുക്ക് ആ ഒരു ഡ്രോയിങ്ങിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് പല ടൈപ്പ് ഓഫ് കുട്ടികളായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഒരു കുട്ടിയുടെ ക്യാരക്ടർ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും നെക്സ്റ്റ് കുട്ടിയുടെ ക്യാരക്ടർ. നമ്മളത് ഒബ്സർവ് ചെയ്യണം. Then she found that she had found and was surprised to watch a child about three working with noble cylinders, showing extraordinary interest in the material. Noble cylinders. നമുക്ക് സിലിണ്ടേഴ്സിന്റെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നോബിൾഡ് സിലിണ്ടേഴ്സ് വർക്ക് ചെയ്തപ്പോൾ ഒരു കുട്ടി ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നു, എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റ് കാണിക്കുന്നു. നിങ്ങൾക്ക് നോബിൾഡ് സിലിണ്ടേഴ്സിനെ കുറിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നോബിൾഡ് സിലിണ്ടേഴ്സ് 10 ടൈപ്സ് ഉണ്ട്. നോബിൾഡ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 5 സെറ്റിന്റെ 4 സിലിണ്ടേഴ്സ് ഉള്ളത്. അപ്പൊ നോബിൾഡ് സിലിണ്ടേഴ്സിന്റെ ഷേപ്സ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഇത് 10ന്റെ ആണ്. ഈ നോബിൾ സിലിണ്ടേഴ്സ് 10ന്റെ ആണ്. ഹൈറ്റും വിഡ്ത്തിലും ചേഞ്ചസ് വരുന്നതാണ്. ഹൈറ്റ് സെയിം ആണ്, വിഡ്ത്ത് ഡിഫറെന്റ് ഉണ്ട്. നിങ്ങൾ ആ കാണുന്നുണ്ടോ, ആ ഒരു ഇമേജ് കാണുന്നുണ്ടോ? ഫസ്റ്റത്തെ കാണാലോ.
യെസ് മാം. സിലിണ്ടേഴ്സ് ചെയ്താലേ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വരുമ്പോൾ ഈ നോബൽ സിലിണ്ടേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഫീൽ തോന്നും. കാരണം ഈ നോബൽ സിലിണ്ടേഴ്സ് നമ്മളുടെ ആദ്യത്തെ സിലിണ്ടർ എന്താണ്, ഹൈറ്റ് സെയിം ആണ്, എന്താണ് വിഡ്ത്തിലാണ് മാറ്റം വരുന്നത്. വിഡ്ത്ത് കുറഞ്ഞു കുറഞ്ഞു വരാണ്, വിഡ്ത്ത് ഡിക്രീസ് ചെയ്യാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈറ്റും കുറയുന്നുണ്ട്, ഹൈറ്റ് കുറയുന്നു അതിനനുസരിച്ച് വിഡ്ത്ത് കൂടി വരാണ് അല്ലെ. ഹൈറ്റ് കുറയുന്നു വിഡ്ത്ത് കൂടി വരാണ്. നിങ്ങളത് നോക്കിയാൽ ക്യാപ്പും ആ ഒരു സ്പേസ് കുട്ടികളപ്പോ മെഷർ ചെയ്യും കറക്റ്റ് ആയിട്ട്. ഹാൻഡ് ഒക്കെ ഉള്ളിലേക്ക് അടുത്തിട്ട് കറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യും. ഒരു വിഡ്ത്ത് ആണെങ്കിൽ ജസ്റ്റ് അവർക്ക് ഹാൻഡിൽ തന്നെ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെ ആയിരിക്കും അതെന്ത് ചെയ്യുന്ന പ്ലേസ് ചെയ്യുന്നത്. തേർഡ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഡിക്രീസ് ചെയ്യുന്നു, വിഡ്ത്ത് ഓൾസോ ഡിക്രീസിങ്. ഹൈറ്റും കുറയുന്നുണ്ട് വിഡ്ത്തും കുറയുന്നുണ്ട്. ഇനി വിഡ്ത്ത് കുറയുന്നുണ്ട്, ആദ്യത്തിന് ഹൈറ്റ് കൂടുതലാണ് വിഡ്ത്തും കൂടുതലാണ്. പിന്നെ വരുന്നതിനനുസരിച്ച് ഹൈറ്റ് കുറയുന്നു, അതേപോലെ തന്നെ എന്താണ് വിഡ്ത്തും കുറഞ്ഞു കുറഞ്ഞാ വരുന്നത്. ലാസ്റ്റ് സിലിണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹൈറ്റ് ഡിക്രീസസ് ആൻഡ് വിഡ്ത്ത് സെയിം ആണ്. എല്ലാത്തിന്റെയും വിഡ്ത്ത് നോക്കി നിങ്ങൾക്കത് ഇപ്പൊ ഇമേജ് കാണുമ്പോൾ എത്ര എഫക്റ്റീവ് ആണെന്ന് അറിഞ്ഞൂടാ. എന്നാലും ആ ഒരു ഹോള് നോക്കി നിങ്ങൾ ആ നോബൽ സിലിണ്ടർ പ്ലേസ് ചെയ്യുന്ന ഹോള് ഏകദേശം സെയിം ആണ്. അപ്പൊ വിഡ്ത്ത് സെയിം, ഹൈറ്റ് ഡിക്രീസിങ് ആണ്. അപ്പൊ ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് കുട്ടികളെ എന്ത് ചെയ്തപ്പോ ട്രെയിൻ ചെയ്തപ്പോ ആ കുട്ടികളുടെ എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റ് കുട്ടികൾ കാണിച്ചു. കാരണം എന്താണെന്ന് പറയുമ്പോൾ ഇതിൽ ഏതൊരു സെറ്റും ഈ 10 സെറ്റ് ഉണ്ടല്ലോ, ഒരു ഫസ്റ്റ് പീസിൽ 10 സെറ്റും ആ ഒരു സെറ്റിൽ മാത്രമേ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ പ്ലേസിൽ റൈറ്റ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഏതിലിട്ടാലും എന്താണ് ഫിറ്റ് ആയിട്ട് കിട്ടില്ല. കുട്ടികൾക്ക് മനസ്സിലാവും ഏതാണ് ഏതിന്റെയാണ്. ചിലപ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാവില്ല, കറക്റ്റ് ആയിട്ടുള്ള ബാലൻസ് വരും, നമുക്ക് അത് മറ്റൊന്നിലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വീണ്ടും വീണ്ടും ചെയ്യുന്നതിലൂടെയാണ് കുട്ടികളുടെ എന്ത് വരുന്നത്, കോൺസെൻട്രേഷൻ, മെന്റൽ കോൺസെൻട്രേഷൻ കിട്ടുന്നത്. നോബൽ സിലിണ്ടേഴ്സിനെ കുറിച്ച് ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ് വരുമ്പോ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാസ്സിന് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ ആണോ? ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായിരുന്നു നിങ്ങൾക്ക്, നോബൽ സിലിണ്ടർ എന്താണെന്ന്. ഇത് കുട്ടികളിൽ നല്ല എന്താ പറയാ നന്നായിട്ട് ട്രെയിൻ ചെയ്യിക്കണം. അവർക്ക് ആ ഒരു ഐ ആൻഡ് ഹാൻഡ് കോർഡിനേഷൻ, അതേപോലെ തന്നെ മെഷർമെന്റ്, ബിഗ് സ്മോൾ കൺസെപ്റ്റ്, നമുക്ക് ഹൈറ്റ് വിഡ്ത്ത് കൺസെപ്റ്റ് പഠിപ്പിക്കാൻ ഈസി ആയിട്ട് പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ നോബൽ സിലിണ്ടേഴ്സ്. ഓക്കെ, ഷോയിങ് എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റ് ഇൻ ദ മെറ്റീരിയൽ. ചില കുട്ടികൾ ആ ഒരു മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കും, എക്സ്ട്രാ ഓർഡിനറി ഇൻട്രസ്റ്റ് കാണിക്കും. ദ ചൈൽഡ് കോൺസെൻട്രേറ്റ് was so deep that it is seemed to isolated her mentally from the rest of the environment. അപ്പോൾ ഈ കുട്ടികള് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് അവര് മെന്റലി ആണ് അവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവരുടെ മൈൻഡിനെയാണ് അവരുടെ എൻവയോൺമെന്റ് ചുറ്റുപാടിൽ നിന്ന് അവൻ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്യണം. അവൻ ആ ഒരു ചെയ്യുന്ന വർക്കിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവൻ ആ വർക്ക് വീണ്ടും വീണ്ടും എന്ത് ചെയ്തോണ്ടിരിക്കുന്നു, റിപ്പീറ്റ് ചെയ്യുന്നു. The test the severity of the concentration. Ask the teachers to make the other child sing loud around the child. അപ്പോ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞതെന്ന് വെച്ചാല് അതിന്റെ കോൺസെൻട്രേഷൻ ലെവൽ ചെക്ക് ചെയ്യണമല്ലോ. കുട്ടികളോട് എല്ലാവരോടും നല്ല രീതിയിൽ സിങ് ചെയ്യാൻ പറഞ്ഞു. കുട്ടിയുടെ ചുറ്റും പോയിട്ട് എന്ത് ചെയ്യാൻ, നന്നായിട്ട് പാട്ട് പാടാന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, ആ കുട്ടി കോൺസെൻട്രേഷൻ വിട്ട് അല്ലെങ്കിൽ അവരുടെ ഒപ്പം കൂടിയില്ല, അവൻ ആ വർക്കിൽ തന്നെ എന്ത് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്തു. The child did not ever seem the consciousness of their disturbance. ആ ഡിസ്റ്റർബൻസിനെ കുറിച്ച് പോലും ചിന്തിക്കാതെ അവന്റെ ആ വർക്ക്, അവൻ ചെയ്യുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യാനാണ് അവൻ ആ ഒരു ഇൻട്രസ്റ്റ് കാണിച്ചത്. She continued just as before, mysteriously repeating the same exercise. അപ്പോ ആ ടീച്ചർ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി വീണ്ടും വീണ്ടും എന്താണ് അവന് മിസ്റ്റേക്ക് പറ്റിയത് അത് റെക്ടിഫൈ ചെയ്യാണ്. കൺട്രോൾ ഓഫ് എറർ ആണ്. അവന് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ അത് അവൻ എന്ത് ചെയ്യാൻ, കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Then Montessori slowly pick up the armchair on which the child was sitting with the child in it and placed her on table. അപ്പോ എന്ത് ചെയ്തു, ആ ഒരു ആംചെയർ കൊണ്ടുവന്ന് ഇട്ടിട്ട് അത് എന്ത് ചെയ്തു, മോണ്ടിസോറി അത് പിക്ക് ചെയ്തു, എന്ത് ചെയ്തു, ആ ഒരു ടേബിളിലേക്ക് പ്ലേസ് ചെയ്തു. The child would had stung on her previous cylinder during the induction and once went on the task as if nothing had happened. അപ്പൊ ആ ഒരു ടേബിളിലേക്ക് വന്നപ്പോഴും അവന്റെ മറ്റു കാര്യങ്ങളൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യണം. അവന്റെ ഡിസ്റ്റർബൻസ് വന്നോ പ്ലേസ് മാറിയോ ഒന്നും നോക്കാതെ അവന്റെ ഏത് സിലിണ്ടർ ആണോ ലാസ്റ്റ് അവന്റെ കയ്യിലുണ്ടായിരുന്നത് ആ ഒരു സിലിണ്ടറിൽ തന്നെ അവനത് കോൺസെൻട്രേറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും എന്ത് ചെയ്തു, ആ വർക്ക് ചെയ്യാണ്. അപ്പോൾ
With her scientific habit of measuring, Montessori observed and counted the number of times the child repeat the exercise. അപ്പം എന്ത് ചെയ്തു? മോണ്ടിസോറി കൗണ്ട് ചെയ്തു. കുട്ടി ആ ഒരു വർക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൗണ്ട് ചെയ്തു. ആ കുട്ടി എത്ര പ്രാവശ്യം അത് റിപ്പീറ്റ് ചെയ്തു എന്നുള്ളത് കൗണ്ട് ചെയ്തു. ഇറ്റ് വാസ് 42 times. എത്ര പ്രാവശ്യം ചെയ്തു? 42 പ്രാവശ്യം ചെയ്തു. 42ാമത്തെ പ്രാവശ്യം ചെയ്തപ്പോഴാണ് അവൻ സക്സസ് ആയത്. ആൻഡ് ഇഫ് ദ ചൈൽഡ് ലുക്ക്ഡ് pleasant and rest after the child did the exercise. ആ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു സന്തോഷത്തോടു കൂടി പിന്നെ അവൻ റെസ്റ്റ് ചെയ്തു എന്നാ പറയുന്നത്. ആ ഒരു എക്സസൈസ് 42 പ്രാവശ്യം ചെയ്തിട്ടാണ് എന്ത് ചെയ്തത്? കംപ്ലീറ്റ് ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് നമുക്കുള്ളതല്ലേ? ഓക്കേടാ. അപ്പം നമുക്കുള്ള പ്രശ്നമല്ലേ? നമ്മൾ ഒരു പ്രാവശ്യം ഒരു കാര്യം ചെയ്ത് നോക്കി, നമ്മളത് ഫെയിലായി, നമ്മളത് അവിടെ ഉപേക്ഷിക്കും അല്ലെ? മുതിർന്നവർ അങ്ങനെയല്ലേ? നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തു, അത് തെറ്റിപ്പോയി, പിന്നെ നമ്മളത് ചെയ്യില്ല. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല, അവർ റിപ്പീറ്റ് ചെയ്യും. കണ്ടിന്യൂസ്ലി അവർ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും ആ ആക്ടിവിറ്റീസ് റിപ്പീറ്റ് ചെയ്യും. അവർക്ക് ആ ഒരു മടിയില്ല. അതാണ് അഡൽട്ടും കുട്ടികളും തമ്മിലുള്ള ആ വ്യത്യാസം. അവർക്ക് റിപ്പീറ്റേഷനോ അവർ ആ ഒരു വേനെയാണ് ഇഷ്ടപ്പെടുന്നത്, ആ ചെയ്യുന്ന രീതിനെയാണ് ഇഷ്ടപ്പെടുന്നത്. ഇപ്പൊ നിങ്ങളോട് ഞാൻ പിങ്ക് ടവർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതിൽ ആരെങ്കിലും ഒരാള് പിങ്ക് ടവർ ചെയ്തിട്ട് ഭംഗിയൊന്നും ആയില്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ടുണ്ടാവും. മേ ബി. അല്ലാതെ അങ്ങനെയൊന്നല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ടീച്ചർ പറഞ്ഞപ്പോ അത് നമുക്ക് ശരിയാവില്ല, നമ്മൾ ചെയ്താൽ അത് ശരിയാവില്ല. നമ്മളോട് ഇപ്പൊ നിങ്ങളോട് ആരെങ്കിലും +2 കഴിഞ്ഞവരോട് ഞാൻ ഡിഗ്രി എടുക്കണം എന്ന് പറയുമ്പോ അയ്യോ ഡിഗ്രി ചിലപ്പോ എടുക്കാനുള്ള മടി, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം എഴുതി ഫെയിലായി വീണ്ടും എഴുതണം എന്ന് വെച്ചാല് നമ്മൾ ആ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. കാരണം ഫെയിലിയറിൽ നിന്നാണ് നമ്മൾ പെർഫെക്റ്റ് ആവുന്നത്. തെറ്റ് മനസ്സിലാക്കി അത് ഓരോ പ്രാവശ്യം ഇംപ്രൂവ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ എന്താകുന്നത്? സക്സസ് ആവുന്നത്. The automatic work of the children was later to become one of the fundamental principle of our method. Automatic work ഈ ഒരു റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മെന്റൽ കോൺസെൻട്രേഷൻ മോണ്ടിസോറിയുടെ തന്നെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ മെന്റൽ കോൺസെൻട്രേഷൻ എന്താണെന്ന് മനസ്സിലായോ? ക്ലിയർ ആണ്? നെക്സ്റ്റ് ആണ് ലവ് ഓഫ് റിപ്പീറ്റേഷൻ. നമ്മൾ ഈ കുട്ടിയില്ലേ, ഈ കുട്ടി എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു എന്നാ പറയണത്? 42 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അവൻ ആ റിപ്പീറ്റ് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടല്ലേ ആ ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നത്. ചിലപ്പോ നിങ്ങൾ മെറ്റീരിയൽസ് ആദ്യമായിട്ട് കാണുമ്പോൾ നിങ്ങൾക്കും അത് വീണ്ടും വീണ്ടും ചെയ്യണം എന്നൊക്കെ തോന്നും. അത് നമ്മുടെ മെറ്റീരിയൽസിന്റെ ഒരു പ്രത്യേകതയാണ്. റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് കാണാറുണ്ട്, എല്ലാ കുട്ടികളും കാണാറുണ്ട്. കാരണം സാധാരണ എല്ലാവരും മോണ്ടിസോറിനെ ആദ്യം ആ ഇൻട്രൊഡക്ഷൻ സ്റ്റേജസിൽ ടോയ്സ് വെച്ച് കുട്ടികൾ എന്തെങ്കിലും ടീച്ച് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് എന്താ പറയാ പല സൈഡിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കമന്റ്സ് ഒക്കെ ഫേസ് ചെയ്യേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു മെത്തേഡിന്റെ ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ്. റിപ്പീറ്റ് ചെയ്യണം, ആ ലവ് ഓഫ് റിപ്പീറ്റേഷൻ അത് കുട്ടികൾ വന്നു വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ളൊരു തോന്നല്, അത് ആ ഒരു എന്താണ് മെത്തേഡിലേക്ക് വന്നപ്പോ അവർക്ക് വന്നു. വീണ്ടും വീണ്ടും ഒരു പ്രാവശ്യം മിസ്റ്റേക്ക് പറ്റി വീണ്ടും ചെയ്യാം, വീണ്ടും മിസ്റ്റേക്ക് പറ്റിക്കാൻ വീണ്ടും വീണ്ടും. ഈ കുട്ടി എത്ര പ്രാവശ്യം ചെയ്തു എന്നാ പറയുന്നത്? 42 times ആണ് ആ കുട്ടി ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തത്. ആ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് അവർ 42 പ്രാവശ്യം അവൻ അത് ചെയ്തു എന്നാ പറയുന്നത്. The second repetition made by the child through their automatic work was needed to repeat the same thing again and again. നിങ്ങൾ പിങ്ക് ടവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ? എല്ലാവരും പിങ്ക് ടവറിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചോട്ടാ. ഈ ഫോട്ടോ എടുത്ത് വെച്ചേക്ക്. ഇനി നമ്മുടെ കുട്ടികൾ ഉണ്ടാവില്ലേ, കുട്ടികൾക്ക് ആ പിങ്ക് ടവർ കാണുമ്പോൾ ചിലപ്പോൾ കളറൊക്കെ കാണുമ്പോൾ ഇഷ്ടം തോന്നും. അവർ വന്ന് നമ്മുടെ ഒപ്പം ഇരുന്ന് ആ വർക്ക് വീണ്ടും വീണ്ടും അവർ ചെയ്യും. പക്ഷെ അവർ അറേഞ്ച് ചെയ്യും. നമ്മൾ പറഞ്ഞൊന്നും കൊടുക്കണ്ട, അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നോ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട, അവർ തന്നെ അത് ചെയ്യട്ടെ എന്ന് വിചാരിക്കാം. അപ്പൊ അവർ വീണ്ടും വീണ്ടും അത് അറേഞ്ച് ചെയ്ത് അവര് ആ ഒരു സെയിം വർക്ക് വീണ്ടും വീണ്ടും അറേഞ്ച് ചെയ്യാനായിട്ട് അവർക്ക് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് അമ്മ പ്രിപ്പയർ ചെയ്തതാണ് മെറ്റീരിയൽ ആണ്, ഒരു ഇന്റൻഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ പിങ്ക് ടവറിന്റെ പ്രത്യേകത തന്നെ ആയിരിക്കും അത് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് കുട്ടികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മളുടെ മുതിർന്ന കുട്ടികളാണെങ്കിലും അവരും ഈ വർക്ക് വീണ്ടും വീണ്ടും ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചില കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ വീണ്ടും വീണ്ടും ചെയ്യും. അതാരായിരുന്നു ഏതൊരു ബാച്ചിലർ വന്ന കുട്ടികൾ ഞങ്ങൾക്ക് അതൊന്നും കൂടി തരും, ഞങ്ങൾ ഒന്നും കൂടി ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അത് എന്താണ്? ലവ് ഓഫ് റിപ്പീറ്റേഷൻ ആണ്, വീണ്ടും ചെയ്യാനായിട്ട് തോന്നും. നമ്മളൊരു മെറ്റീരിയൽ നമ്മുടെ അടുത്തേക്ക് വരുമ്പോ എനിക്കാണെങ്കിൽ മാത്തമാറ്റിക്സ് ബോർഡ്സ് അഡീഷണൽ സബ്സ്ട്രാക്ഷൻ ഒക്കെ ഉണ്ട്, അതിൽ മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ഉണ്ട്, ഒരു
യെല്ലോ ആൻഡ് റെഡ് തീമിൽ വരുന്ന ഒരു ബോർഡാണ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരു ബോർഡ് അല്ലെങ്കിൽ മെറ്റീരിയൽ ആണ്. ഞാൻ കാണിച്ചു തരാം മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്. ഓക്കെ, യെല്ലോ ആൻഡ് ഇതിലങ്ങനെ കറക്റ്റ് ആയിട്ട് കളർ നമുക്ക് തോന്നുന്നില്ല, പക്ഷെ ഈ ഒരു തീമാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഈ ബോർഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യാനായിട്ട്. മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇതിൽ 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പം 1 മുതൽ 10 വരെ മൾട്ടിപ്ലിക്കേഷൻ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഈ ബോർഡ് നല്ല എഫക്റ്റീവ് ആണ്. സിമ്പിൾ ആണ്. ഞാനത് പ്രാക്ടിക്കൽ സെഷൻ ആകുമ്പോൾ അതിന്റെ പ്രാക്ടിക്കബിലിറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞുതരാം. ജസ്റ്റ് ആ ഒരു ബോർഡ് എന്ന് വെച്ചാൽ ആ ബോർഡ് വെച്ച് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ കുട്ടികളെ സിമ്പിൾ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. കൗണ്ടിങ് പഠിച്ചു കഴിഞ്ഞ കുട്ടീനെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കാനായിട്ട് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എനിക്ക് റിപ്പീറ്റ് നമ്മളും കുട്ടികൾ എനിക്ക് റിപ്പീറ്റ് വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ഏതാണ് മൾട്ടിപ്ലിക്കേഷൻ ബോർഡ്. നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങളും നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാവും. വീണ്ടും വീണ്ടും ആ ഒരു മെറ്റീരിയൽ ചെയ്യാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പൊ എന്നോട് ഷെയർ ചെയ്യണോട്ടെ ഏത് മെറ്റീരിയൽ ആണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത് എന്ന് പറയണം. ചിലപ്പോൾ ലൈവ് ക്ലാസ് കാണില്ലേ, നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ ആവില്ല നമ്മള് പ്രാക്ടിക്കൽ സെഷന് വരുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടാവുന്നത്. ഓൺലൈൻ ക്ലാസ്സിൽ ഞാൻ പിള്ളേരോട് ചോദിക്കുമ്പോൾ അവർ പറയണത് മേ ബി പിങ്ക് കവറൊക്കെ ആയിരിക്കും ഇഷ്ടം എന്ന് പറയുന്നത്. പക്ഷെ അവര് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വരുമ്പോൾ അവര് സ്വയമേ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നുന്ന മെറ്റീരിയൽ ആയിരിക്കും ഇഷ്ടാവുന്നത്. അവര് പ്രാക്ടീസ് ചെയ്യാണ്, അവർ സ്വയം മനസ്സിലാക്കിയാണ്. അപ്പൊ ഞാൻ എന്റെ ഭാഗം നോക്കിയപ്പോ എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്തോരം കുട്ടികളെയാണ് ഞാൻ മൾട്ടിപ്ലിക്കേഷൻ മോണ്ടിസോറിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ പഠിപ്പിച്ചിരുന്ന സമയത്തൊക്കെ എന്താണ് പിള്ളേരെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുക്കുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ആയിരുന്നു. വെച്ചാല് അവരെ കൊണ്ട് കാണാപ്പാടം പഠിപ്പിക്കുന്നു, ഭയങ്കര അങ്ങനെ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ മോണ്ടിസോറി ഈ ഒരു മെത്തേഡ് ഉണ്ട്, അതേപോലെ ഈ ഒരു മെറ്റീരിയൽ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഈ ഒരു മെറ്റീരിയലിന്റെ അർത്ഥം എനിക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവരെ കൊണ്ട് ഇങ്ങനെ ടേബിൾ കറക്റ്റ് ചെയ്ത് കൗണ്ട് ചെയ്ത് പഠിപ്പിച്ചില്ലായിരുന്നു. ഞാൻ കുഞ്ഞില് ചെറുപ്പം മുതലേ ട്യൂഷൻ എടുക്കുന്നതാ. അപ്പോ അന്ന് കുഞ്ഞു പിള്ളേരെ കിട്ടുമ്പോൾ അവരെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മെയിൻ ആയിട്ട് പഠിപ്പിക്കാൻ ഞാനാണ്. അപ്പോ പിള്ളേര് പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറഞ്ഞായിരുന്നു അന്ന് പഠിപ്പിച്ചത്. ഈ ഒരു മെത്തേഡ് കിട്ടുന്നെങ്കിൽ ഞാൻ അവരെ വഴക്ക് പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഭയങ്കര ടാസ്ക് ആണ് ടീച്ചേഴ്സിന് കുട്ടികളെ പഠിപ്പിക്കാൻ. നമ്മളുടെ മെറ്റീരിയൽ യൂസ് ചെയ്ത് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിപ്പിക്കാൻ പറ്റും. ഇനി സെക്കൻഡ് ഞാൻ പറഞ്ഞല്ലോ സെയിം തിങ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇറ്റ് ത്രൂ ദ റിപ്പീറ്റേഷൻ ദാറ്റ് റിയൽ ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ആഫ്റ്റർവേർഡ്. നമുക്ക് ത്രൂ റിപ്പീറ്റേഷനിലൂടെ ആ ഒരു റിയൽ ഡെവലപ്മെന്റ് നമുക്ക് സംഭവിക്കും. കുട്ടികളുടെ ആ ഒരു റിയൽ ഡെവലപ്മെന്റ് വരും. ഇൻ ദ സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് Montessori wrote about how she taught the children to wish her hands and observe that children would go in the Secret of Childhood, Montessori wrote about she taught the child to wash their hands and observe that the children would go on wash even after they are cleaned. അപ്പോൾ മോണ്ടിസോറി സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ആ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കുട്ടികൾ കൈ കഴുകുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. ഈവൻ ഇഫ് ക്ലീൻ ആണെങ്കിൽ പോലും ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യും, വാഷ് ചെയ്യുന്നു. അത് കണ്ടപ്പോൾ എന്താണ് മോണ്ടിസോറി മനസ്സിലായി ആ ഒരു വർക്ക് അവർ ചെയ്യുന്നതിലൂടെ, റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു വർക്ക് അവർ ഇഷ്ടപ്പെട്ടു പോവാണ്. നിങ്ങൾക്കും പറ്റും. നിങ്ങളൊരു 21 ദിവസം റിപ്പീറ്റ് ആയിട്ട് ഒരു ആക്ടിവിറ്റി ചെയ്യാണ്. നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഇപ്പം ഒറ്റ ദിവസം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അത് നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ഒരു വർക്ക് ചെയ്യാണ്. നമ്മുടെ ഹോബി ആയിട്ട് അത് മാറും. ഇന്ന് കേട്ടിട്ടുണ്ടോ അത്? 21 ഡേയ്സ് നമ്മളൊരു വർക്ക് റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹോബി ആയിട്ട് മാറും. ഇപ്പോ ചിലവര് ഡയറ്റ് ചെയ്യാനായിട്ട് നോക്കും. അത് 21 ദിവസം ഡയറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താവും, ഡയറ്റിലേക്ക് തന്നെ വരും. അതേപോലെ എന്തെങ്കിലും എക്സസൈസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് 21 ഡേയ്സ് ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രാക്ടീസ് നമുക്ക് തന്നെ വരും. ഇപ്പൊ മേ ബി നമ്മൾ രാവിലെ എഴുന്നേക്കുന്ന കാര്യം എല്ലാവർക്കും മടിയാണോ? ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ലേ,
നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു പ്രഷർ. കാരണം രാത്രി ഓൾറെഡി പഠിച്ച് പോർഷനൊക്കെ പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഡേ ക്ലാസ് എടുക്കാനുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. മെറ്റീരിയൽസും അറേഞ്ച്മെന്റ്സും ഒക്കെ ഉണ്ട്. അപ്പോ മേ ബി ടീച്ചേഴ്സിന്റെ കാര്യമല്ല, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് മേ ബി വൈകിയൊക്കെ എഴുന്നേൽക്കുന്നവരായിരിക്കും. പക്ഷെ നമ്മൾ രാവിലെ ഒന്ന് എഴുന്നേറ്റ് നോക്കി, നേരത്തെ എഴുന്നേറ്റ് നോക്കി, നമ്മളൊരു 21 ദിവസം അതൊന്ന് ഫോളോ ചെയ്താൽ മതി. അലാറൊക്കെ ഒന്ന് വെച്ചാൽ മതി. 22ാമത്തെ ദിവസം മുതൽ ഓട്ടോമാറ്റിക്കലി അലാറം ഓഫ് ചെയ്താൽ നമ്മൾ ആ ടൈം ആകുമ്പോൾ എന്ത് ചെയ്യും, എഴുന്നേക്കും. അല്ലെങ്കിൽ അലാറത്തിന് മുമ്പ്, അലാറം അടിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും, എഴുന്നേക്കും. അത് ഭാഗ്യാണ് കേട്ടോ ഹോളിഡേ ഒക്കെ കിട്ടാന്നുള്ളത്. അപ്പൊ ലവ് ഓഫ് റിപ്പീറ്റേഷൻ. ഇനി നെക്സ്റ്റ് ആണ് ലവ് ഓഫ് ഓർഡർ. മോണ്ടിസോറി മെറ്റീരിയൽസിന് എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ ഓർഡർ ഉണ്ട്. നമ്മള് മോണ്ടിസോറി ക്ലാസ് റൂം നിങ്ങൾ കണ്ടില്ലേ, മെറ്റീരിയൽസ് അത് കാണിച്ചിട്ടില്ല തോന്നുന്നല്ലേ? ഞാൻ കാണിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടാ. ചിലത് നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ ലവ് ഓഫ് ഓർഡർ ഒക്കെ ഓൾറെഡി നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ്? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലേ? ഓർമ്മയുണ്ടോ അത്? അല്ലേ? നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷൻ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്തെടുക്കാം കേട്ടാ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നുപോകും. നോർമലൈസേഷൻ ആൻഡ് ഡീവിയേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലവ് ഓഫ് ഓർഡർ. നിങ്ങൾ ഒന്ന് നോക്കിയേ, ഈ മെറ്റീരിയൽസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചിതറി കിടക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലെ പോലെ ഒന്നല്ല മോണ്ടിസോറി ക്ലാസ് റൂമിൽ. മെറ്റീരിയൽസ് ഒരുപാടുണ്ട്, ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷെ എല്ലാ മെറ്റീരിയൽസിനും അതിൻ്റെതായ പ്ലേസ് ഉണ്ട്. നിങ്ങൾ കാണുന്നില്ലേ? ഇത് ടീച്ചേഴ്സ് തന്നെയല്ല ഈ പ്ലേസിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. മെറ്റീരിയൽസ് ഒരു കുട്ടി വർക്ക് ചെയ്ത് ചിലപ്പോൾ ആദ്യം 2-3 ദിവസം ചിലപ്പോൾ അവൻ വർക്ക് ചെയ്യുന്ന ആ സ്ഥലത്ത് തന്നെ ഇട്ടിട്ട് പോവുകയായിരിക്കും. ടീച്ചർ എടുത്ത് വെക്കേണ്ടി വരും. ഒരു കുറച്ച് ദിവസം നമുക്ക് കാണാണ് കുട്ടികൾ അതേപോലെ കൊണ്ടുവന്ന് ആ പ്ലേസിൽ തന്നെ കറക്റ്റ് ആയിട്ട് വെക്കുന്നത് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവനും ട്രെയിൻഡ് ആവും. ഈ മെറ്റീരിയൽസ് ഇവിടെ അല്ല, ഇന്ന സ്ഥലത്താണ് പ്ലേസ് ചെയ്യേണ്ടത്. ഇന്ന് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അവരും ട്രെയിൻഡ് ആവാണ്. കറക്റ്റ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, അത് പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലവ് ഓഫ് ഓർഡർ കുട്ടികൾ അവരുടെ ഒരു മെറ്റീരിയൽസിൽ അല്ലെങ്കിൽ ആ ഒരു ലൈഫിൽ തന്നെ ആ ഒരു ലവ് ഓഫ് ഓർഡർ ഉണ്ടാവും. എല്ലാ കാര്യത്തിനും അതിൻ്റെതായ ഓർഡർ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ചിൽഡ്രൻസ് വാസ് ഡിറ്റക്റ്റഡ് ബൈ ചാൻസ്. ഒരു ചാൻസിന്റെ ഒരു സംഭവം നടന്നപ്പോഴാണെന്ന് മനസ്സിലാക്കിയത്. ഇൻ ഏർലി മോണ്ടിസോറി ക്ലാസ് ദ ടീച്ചേഴ്സ് dispensed the material at the beginning and collected it back at the end of the class. സാധാരണ ആദ്യം നമ്മൾ മോണ്ടിസോറി ക്ലാസ്സിലേക്ക് സമയത്ത് മെറ്റീരിയൽസ് എന്ത് ചെയ്യുമായിരുന്നു, കുട്ടികൾക്ക് ബിഗിനിങ്ങിൽ ക്ലാസ്സിന്റെ ബിഗിനിങ്ങിൽ കൊടുക്കുകയും അത് എൻഡ് ആവുമ്പോൾ അത് കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. However, Maria Montessori informed that children were following the teacher and observed her placing the material back to the shelf. അപ്പൊ കുട്ടികൾ അത് കണ്ടു, എന്താണ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നതും അതേപോലെ തന്നെ അത് കറക്റ്റ് ആയിട്ട് ഷെൽഫിൽ പ്ലേസ് ചെയ്യുന്നതും എന്ത് ചെയ്തു, കുട്ടികൾ അത് കാണുന്നുണ്ട്. The event made her understand that children need to place the material back on their place. അപ്പൊ എന്തുകൊണ്ട് കുട്ടികളെ കൊണ്ട് തന്നെ മെറ്റീരിയൽസ് റൈറ്റ് ആയിട്ടുള്ള പ്ലേസിൽ കൊണ്ടുവന്ന് വെച്ചൂല. അപ്പൊ അങ്ങനെ ആ ഒരു തിങ്കിങ്ങിൽ നിന്നാണ് ഈ ഒരു ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്നൊരു പ്രിൻസിപ്പിൾ തന്നെ ഡിറൈവ് ചെയ്യുന്നത്. അത് പിന്നീട് നമ്മുടെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഒരു പില്ലർ ആയിട്ട് തന്നെ ഒരു എന്താ പറയാ മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയാ പില്ലർ എന്ന് പറയുമ്പോൾ തൂണ് അല്ലെ, ഒരു നെടുന്തൂണായിട്ട് തന്നെ മാറി. കാരണം ഒരു ഒബ്സർവേഷൻ ആണ്. കുട്ടികൾ എന്തായാലും ടീച്ചർ അത് പ്ലേസ് ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്കും അറിയാതെ എവിടെ പ്ലേസ് ചെയ്യാന്നുള്ളത്. അന്ന് ആദ്യം നമുക്ക് ഓപ്പൺ ചെയ്യുന്ന ഷെൽഫുകളായിരുന്നു മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഉണ്ടായിരുന്നത്. നമ്മളെന്താ പറയാ ഷെൽഫുകളായിരുന്നു ഓപ്പൺ ചെയ്ത് ലോക്ക് ചെയ്ത ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ഷെൽഫുകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ഒബ്സർവേഷന്റെ ബേസിലാണ് കുട്ടികൾക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മെറ്റീരിയൽസിന്റെ ആ ഒരു അറേഞ്ച്മെന്റ്സ് വന്നത്. അല്ലെ മെറ്റീരിയൽസ് അല്ല, ഷെൽഫിന്റെ അറേഞ്ച്മെന്റ്സ് ഉണ്ടോ കറക്റ്റ് ആയിട്ട് ആ ഒരു ഹൈറ്റ് കുട്ടികളുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള രീതിയിലാണ് നമ്മൾ ആ മെറ്റീരിയൽസ് എന്ത് ചെയ്തിരിക്കുന്നത്, അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് അവർക്ക് ആ മെറ്റീരിയൽസ് എടുക്കാനും അത് കൊണ്ടുവന്ന് അവരുടെ ടേബിളിൽ നിന്ന് വർക്ക് ചെയ്യാനും തിരിച്ച് റീപ്ലേസ് ചെയ്യാനും അത് തിരിച്ചു വെക്കാനും നെക്സ്റ്റ് മെറ്റീരിയൽസ് എടുക്കാനും അവർക്ക് ഈസിലി കംഫർട്ടബിൾ ആണ്. ഈ ഒരു ഒബ്സർവേഷന്റെ ബേസിൽ കുട്ടികൾ ഇങ്ങനെ ടീച്ചേഴ്സ് ഇങ്ങനെ ചെയ്യുന്നത് കാണുന്നുണ്ടെന്നുള്ള ഒരു ഒബ്സർവേഷന്റെ ബേസിലാണ് നമ്മൾ എന്ത് പ്രിൻസിപ്പിൾ ഡിറൈവ് ചെയ്തത്, ലവ് ഓഫ് ഓർഡർ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ നമ്മൾ എന്ത് ചെയ്തത്, ഡിറൈവ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഒബ്സർവേഷന്റെ ബേസിലാണ്. ലവ് ഓഫ് ഓർഡർ കേട്ടോ. ഈ 3 പ്രിൻസിപ്പിൾസ് ഒന്ന് ഡിസ്കവറീസ് ഒന്ന് റീഡ് ചെയ്യോ. മെന്റൽ കോൺസെൻട്രേഷൻ,
ലവ് ഓഫ് റിപ്പീറ്റേഷൻ ആൻഡ് ലവ് ഓഫ് ഓർഡർ. വേഗം ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഓക്കെ, റീഡ് ചെയ്തോ. ഇനി നമ്മള് പറയാൻ പോകുന്നത് ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്. ഈ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഡിസ്കവർ ചെയ്ത ഒരു ഇൻസിഡന്റ് മരിയം മോണ്ടിസോറി ലൈഫിൽ നടന്ന ഒരു ഇൻസിഡന്റിന്റെ ബേസിലാണ്. റൈറ്റിംഗ് ടു നമ്മുടെ മോണ്ടിസോറി സ്കൂളായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ഒരു ദിവസം അവിടുത്തെ ടീച്ചർ എന്ത് ചെയ്തു, നമ്മള് പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഷെൽഫ് എങ്ങനെയായിരുന്നു, ലോക്ക് ചെയ്യുന്ന ഷെൽഫായിരുന്നു. നമ്മൾ താക്കോലെടുത്ത് ലോക്ക് ചെയ്തിട്ട് കീ കൊണ്ടായിരുന്നു ടീച്ചർ പോകുന്നത്. അപ്പോ ഒരു ദിവസം ടീച്ചർ എന്ത് ചെയ്തു, ലോക്ക് ചെയ്യാൻ മറന്നുപോയി. ലോക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി. പിറ്റേ ദിവസം കുട്ടികൾ വന്നു, ടീച്ചർ വരാൻ ലേറ്റ് ആയി. ടീച്ചർ കറക്റ്റ് ടൈമിൽ വന്നില്ല, വൈകിയാണ് വന്നത്. അപ്പൊ വൈകി വന്ന സമയത്ത് ഷെൽഫ് എന്താണ്, ഓപ്പൺ ആയിട്ട് കിടക്കാണ്. സോറി, കുട്ടികൾ എന്ത് ചെയ്തു, കുട്ടികൾ കറക്റ്റ് ടൈമിൽ വരികയും ചെയ്തു. ഷെൽഫ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നത് കുട്ടികൾ കണ്ടു. കുട്ടികൾ എന്ത് ചെയ്തു, ഓട്ടോമാറ്റിക്കലി എന്താണ്, അവർക്ക് നമുക്ക് ഈ ലവ് ഓഫ് ഓർഡറും കാര്യങ്ങളൊക്കെ അറിയാലോ. അവരെന്ത് ചെയ്തു, ആ മെറ്റീരിയൽസ് അവരെടുത്ത് അവർ എന്ത് ചെയ്തു, വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഈ സമയത്താണ് എന്ത് ചെയ്തത്, ടീച്ചർ വരുന്നത്. ടീച്ചർ വന്നപ്പോ ടീച്ചർ കാണുന്നത് എന്താണ്, കുട്ടികളെ എല്ലാ മെറ്റീരിയൽസ് എടുത്ത് എന്ത് ചെയ്തു, വർക്ക് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പൊ ടീച്ചർ പെട്ടെന്ന് അപ്സെറ്റ് ആയി. കാരണം നിങ്ങൾ എന്റെ പെർമിഷൻ ഇല്ലാതെ മെറ്റീരിയൽസ് എടുത്തോ എന്ന് എന്ത് ചെയ്തു, ടീച്ചർ കുട്ടികളോട് ചോദിക്കും, നിങ്ങൾ അതൊക്കെ മോഷ്ടിച്ചു, എന്റെ മെറ്റീരിയൽസ് മോഷ്ടിച്ചു, എല്ലാ കാര്യങ്ങളും. ഈ ഒരു ഇൻസിഡന്റ് മരിയം മോണ്ടിസോറി ശ്രദ്ധയിൽപ്പെട്ടപ്പോ മോണ്ടിസോറി അവിടെ നിന്ന് ഒരു കാര്യം ഡിസ്കവർ ചെയ്തു. എന്തൊക്കെ ഡിസ്കവർ ചെയ്തെന്ന് വെച്ചാൽ ടീച്ചറിനെ വഴക്ക് പറയാനല്ല പോയത്. കാരണം എന്താണ്, മോണ്ടിസോറിക്ക് ഒരു കാര്യം മനസ്സിലായി,
കുട്ടികൾക്കറിയാം, അവർക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്, അവർക്ക് ഏത് മെറ്റീരിയൽസ് എടുക്കണം അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ ആർക്ക് കൊടുക്കണം? കുട്ടികൾക്ക് തന്നെ കൊടുക്കണം. അപ്പൊ ആ ഒരു ഡിസ്കവറിയുടെ ബേസിലാണ് നമ്മൾ ഈ ഏത് പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത്? ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾസ് ഡെവലപ്പ് ചെയ്ത്. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ ഷെൽഫ് കണ്ടോ, ഓപ്പൺ, ഇത് ഓപ്പൺ ആയിട്ടുള്ള ഷെൽഫാണ്. ഇതിന് ഏത് മെറ്റീരിയൽസ് വേണമെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ചെന്ന് കളക്ട് ചെയ്യാനും അത് വെച്ച് വർക്ക് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം നമ്മൾ ആർക്ക് കൊടുക്കുന്നുണ്ട്? കുട്ടികൾക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോ അതിനുശേഷമാണ് ഈ ഒരു ഫ്രീഡം നമ്മുടെ കുട്ടികൾക്ക് കൊടുത്തത്. എന്തിന്റെ ബേസിലാണ്? റിയൽ ലൈഫ് ഇൻസിഡന്റ് ബേസിലാണ് ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തത്. അത് തന്നെ വായിക്കോ? ഫ്രീഡം ഓഫ് ചോയ്സ് വായിക്കട്ടെ മാം. വായിച്ചോ. Freedom of choice. Freedom of choice. Again, this discovery happened so unexpectedly. The teacher of the school had forgotten to lock the shelves before going home, arriving late the next morning. She found that the children had already started to work on the materials. The teacher was upset. Montessori, however, saw deeper motives of these children. They were in a position to be able to select materials in preference to others. This event becomes a milestone in the Montessori method, free choice of activity. It is interesting to note that it was the discovery which came first and the method followed after. ഈ ഒരു ഫ്രീഡം ഓഫ് ചോയ്സിന്റെ ബേസിലാണ് നമ്മൾ പറയുന്നത്. മോണ്ടിസോറി മെത്തേഡ് അല്ല, ആദ്യം ഡിസ്കവറി സംഭവിച്ചു, പിന്നീടാണ് അത് നമ്മുടെ മെത്തേഡ് എന്ത് ചെയ്തത്? ഫോളോ ചെയ്തെന്ന് പറയുന്നത്. ഈ ഫ്രീഡം ഓഫ് ചോയ്സ് എന്നൊക്കെ പറയുന്നത് റിയൽ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഒബ്സർവേഷനിൽ നിന്ന് മോണ്ടിസോറി ഡിസ്കവർ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ എന്ത് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ആ ഒരു ഇതായിട്ട് ഡിസ്കവറീസ് ആയിട്ട് പഠിക്കുന്നത്. നമ്മൾ പ്രിൻസിപ്പിൾസ് ആയിട്ട് തന്നെ പഠിക്കുന്ന എന്താണ്? ഓൾറെഡി അത് എക്സ്പീരിയൻസ് ചെയ്തു, പിന്നീടാണ് അത് എന്താക്കിയത്? പ്രിൻസിപ്പിൾസ് ആക്കി മാറ്റിയിരിക്കുന്നത്. ആദ്യം അത് ഡിസ്കവർ ചെയ്തതിനു ശേഷമാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ആയിട്ട് പഠിക്കുന്നത് തന്നെ. അപ്പോ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞാല് മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം നമ്മളെ കുട്ടികൾക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. മോണ്ടിസോറി സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും നമ്മൾ ആ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി, ഒരു ചെയ്യേണ്ട ആക്ടിവിറ്റി സെലക്ട് ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം ആർക്ക് കൊടുക്കുന്നുണ്ട്? കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫ്രീഡം ഓഫ് ചോയ്സ് ഒന്ന് റീഡ് ചെയ്യും. ഞാൻ ക്ലാസിന്റെ കാര്യം ഒന്ന് ചോദിക്കട്ടെ, കാരണം നമുക്ക് ലേറ്റ് ആയിരുന്നു 15 minutes. അത് എക്സ്റ്റെൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ക്ലാസ് എപ്പോഴാണ് വൈൻഡ് അപ്പ് ചെയ്യണമെന്ന് ഇൻഫർമേഷൻ ഒന്ന് ചോദിക്കട്ടെ കേട്ടോ. ഓക്കെ, ഒന്ന് റീഡ് ചെയ്യേ. ഓക്കെ കേട്ടോ, ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് ക്ലാസ്. ഫ്രീഡം ഓഫ് ചോയ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ ലവ് ഓഫ് വർക്ക് എന്നാണ് നെക്സ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത്. മോണ്ടിസോറി ഈ ഒരു എന്താണ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു ഡിസ്കവറി മനസ്സിലാക്കിയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോണ്ടിസോറി എന്ത് ചെയ്തു? കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് എന്ത് ചെയ്തു? ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു, അതൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്തു. ദെൻ മെറ്റീരിയൽസ് വെച്ചു. കുട്ടികള് നമ്മൾ വിചാരിക്കും എന്താണ്, കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് കാണുമ്പോൾ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി എന്ത് സെലക്ട് ചെയ്യുന്ന വിചാരിക്കും? ടോയ്സ് ആയിരിക്കും സെലക്ട് ചെയ്യാന്ന് വിചാരിക്കാം. പക്ഷേ കുട്ടികൾ എന്താ സെലക്ട് ചെയ്തതെന്ന് ക്ലാസ്സിൽ നടന്ന ഇൻസിഡന്റ് ആണ്. കുട്ടികൾ സെലക്ട് ചെയ്തത് എന്താണ്? ടോയ്സ് അല്ലായിരുന്നു. എന്താ സെലക്ട് ചെയ്തത്? അവരുടെ മെറ്റീരിയൽസ് ആണ് സെലക്ട് ചെയ്തത്. ആ ഒരു ഇതിൽ നിന്ന് ആ ഒരു കാര്യം മനസ്സിലാക്കിയത് എന്താണ്? അവര് വർക്കിനാണ്
അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് ആ ടോയ്സിനല്ല, അവർ ചെയ്യുന്ന വർക്കിനെയാണ്. എന്താ പറയുക, കുട്ടികൾ ചിൽഡ്രൻസ് ലവ് അവരുടെ പ്രോസസ് ഓഫ് വർക്ക് അവർ ഒരുപാട് ഇഷ്ടപ്പെട്ടാണ് ആ വർക്ക് ചെയ്യുന്നത്. ദ പ്രിഫർ ടു വർക്ക് വിത്ത് ദ മെറ്റീരിയൽസ്. അവർ പ്രിഫറൻസ് കൊടുത്തത് എന്താണ്, ആ മെറ്റീരിയൽസ് ആയിട്ട് വർക്ക് ചെയ്യാനാണ്. നമ്മൾ മോണ്ടിസോറിയിലേക്ക് വരുമ്പോൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി കോൺസെൻട്രേഷൻ പവറും ലവ് ഓഫ് റെപ്പിറ്റേഷനും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അന്ന് കുട്ടികൾ ടോയ്സിന് പകരം സെലക്ട് ചെയ്ത് എന്താണ്, മെറ്റീരിയൽസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് നമ്മൾ ടോയ്സ് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇൻട്രസ്റ്റ് കഴിയുന്നത് വരെ അവരെന്ത് ചെയ്യും, അത് യൂസ് ചെയ്ത് കളിക്കും. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഉപേക്ഷിക്കും, മറ്റു ടോയിലേക്ക് ഇൻട്രസ്റ്റ് പോകും. പക്ഷേ ഞാൻ എന്താ പറയാ, പ്രീ റൈറ്റിംഗ് ബോർഡ്സ് വാങ്ങിച്ചു കൊടുക്കും നോക്ക്. പ്രീ റൈറ്റിംഗ് ബോർഡ്സ് വാങ്ങിച്ചു കൊടുത്തപ്പോ ഞാൻ വിചാരിച്ചതാണ് ആള് കുറച്ച് നാൾ അതെടുത്ത് റൈറ്റ് ചെയ്യും, അത് ചിലപ്പോ അത് കളയുമെന്ന് വിചാരിച്ചേ. പക്ഷേ അവളത് സൂക്ഷിച്ചു വെച്ചു. കാരണം ബാക്കി മെറ്റീരിയൽസ് എനിക്ക് തോന്നുന്നു കളിപ്പാട്ടങ്ങളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കളയും. പക്ഷെ അവൾ ആ പെന്നും ആ ഒരു എന്താ പറയാ ബോർഡും കറക്റ്റ് ആയിട്ട് സൂക്ഷിച്ചു വെച്ചു. ഞാൻ വിചാരിച്ചു എന്താണ് അവളും ഓക്കെയാണ് വെച്ചാല് ആ മെറ്റീരിയൽസ് എന്താണ്, ആ മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാവും, അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടം തോന്നും. അപ്പൊ കുട്ടികൾ മോണ്ടിസോറിയിലെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർക്കിനെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, ഇഷ്ടപ്പെടുന്നത്. മെറ്റീരിയൽസ് വർക്ക് ചെയ്യുന്ന ആ മെറ്റീരിയൽസിനോട് അവർക്ക് പ്രത്യേകമായിട്ടുള്ള അറ്റാച്ച്മെന്റ്. നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുന്ന മെറ്റീരിയൽസ് കളിപ്പാട്ടത്തെക്കാളും കൂടുതൽ ചില മെറ്റീരിയൽസ് കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. ഇപ്പൊ പിങ്ക് ടവറിന്റെ കേസ് ഞാൻ പറയാം, അവർ കളിപ്പാട്ടം കൊടുക്കുന്നതിനേക്കാളും ഭയങ്കര ഇഷ്ടം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പിങ്ക് ടവർ വെച്ചിട്ട് കളിക്കാനായിരിക്കും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? കളിക്കാന് നമ്മൾ വിചാരിക്കും വീട്ടിൽ ഇത് നശിപ്പിച്ച് കളയുന്നൊക്കെ. അത് കുഴപ്പമില്ല കേട്ടോ, ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി. നിങ്ങൾ പിങ്ക് ടവർ ചെയ്തു എന്നുള്ള ഒരു ഫോട്ടോ എടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് ആ മെറ്റീരിയൽ നിങ്ങൾ എന്ത് ചെയ്തു, കുട്ടികൾക്ക് തന്നെ കൊടുത്തോട്ടോ. അവരത് വെച്ചിട്ട് എന്ത് ചെയ്തോട്ടെ, റിപ്പീറ്റ് ആയിട്ട് ചെയ്തോട്ടെ, വർക്ക് ചെയ്തോട്ടെ. ഓക്കെ, കൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. പിങ്ക് ടവറിന്റെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും, കൗണ്ടിങ് പഠിപ്പിക്കാം, അസെൻഡിങ് ഓർഡർ പഠിപ്പിക്കാം, ബിഗ് ഓർ സ്മോൾ കൺസെപ്റ്റ് പഠിപ്പിക്കാം. അപ്പൊ മെറ്റീരിയൽ അവർ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ ഞാൻ പറയുന്ന ആ ഏജിലുള്ള കുട്ടികൾ 3 to 6 or 7 years വരെയുള്ള കുട്ടികൾക്ക് അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. അച്ഛനെ വായിച്ചോട്ടെ ലവ് ഓഫ് വർക്ക്. Love of work. Dr. Montessori found that children preferred work to play. This astonishing revelation came about when Dr. Montessori placed the expensive toys, which were given by her friends, in a room with the children. To her surprise, the children did not select any of the toys, they preferred to work with the materials. കുട്ടികള് പ്രിഫറൻസ് എന്തിനാ കൊടുക്കുന്നത്, കളിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രിഫറൻസ് അവരുടെ വർക്കിന് അവര് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങി. അവർ ആ ടോയ്സിനേക്കാളും പ്രിഫറൻസ് വർക്ക് മെറ്റീരിയൽസിനാണ് അവർ കൊടുത്തത്. ഈ ഒരു എക്സ്പീരിയൻസിലൂടെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെ മോണ്ടിസോറി ഡിസ്കവർ ചെയ്ത പ്രിൻസിപ്പിൾ ആണ് ഏത്, ലവ് ഓഫ് വർക്ക്. ദെൻ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ആണ് നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. നമ്മൾ റിവാർഡോ പണിഷ്മെന്റോ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ റിവാർഡും ഒക്കെ കൊടുക്കാറുണ്ടല്ലേ, ഡബിൾ സ്റ്റാർ കാര്യങ്ങളൊക്കെ കൊടുക്കുമല്ലോ കുട്ടികൾക്ക് ഇല്ലേ, ചോക്ലേറ്റ് കൊടുക്കും, ഫസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ചോക്ലേറ്റ് കൊടുക്കും. മരിയ മോണ്ടിസോറി അത് പറയുന്നത് വെച്ചാല് കുട്ടികൾക്ക് റിവാർഡിന്റെയോ പണിഷ്മെന്റിന്റെയോ ആവശ്യം ഇല്ല എന്നാണ്. അതെങ്ങനെ ഒബ്സർവ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീച്ചർ അൺട്രെയിൻഡ് ആയിട്ടുള്ള മോണ്ടിസോറി അൺട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചർ ഒരു കുട്ടി നല്ല രീതിയിൽ ഗുഡ് ബിഹേവിയറിന് ഒരു ആൺകുട്ടിക്ക് മെഡൽ കൊടുത്തു. മെഡൽ കൊടുത്തപ്പോ അവൻ കുറച്ചു നേരം അത് മെഡല് അവൻ കഴുത്തിലൊക്കെ ഇട്ടു. അത് കഴിഞ്ഞൊരു കുറച്ച് മൊമെന്റ്സ് കഴിഞ്ഞപ്പോഴേക്കും ആ മെഡൽ അവന് ഊരിയിട്ട് അവൻ എന്ത് ചെയ്തു, അത് വേണ്ട, അവന് വേണ്ട, അതിന്റെ ആവശ്യമില്ല, അത് ഒരു മാറ്റിയിട്ട് അവന്റെ വർക്ക് അവന്റെ മെറ്റീരിയൽസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് ആൻഡ് മെത്തേഡിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി എൻവയോൺമെന്റിൽ പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കണ്ട, റിവാർഡ്സോ ഒന്നും കൊടുക്കണ്ട, അതേപോലെ പണിഷ്മെന്റും കൊടുക്കണ്ട. പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കൂലേ, അങ്ങനെ പണിഷ്മെന്റ് നമ്മൾ എന്ത് ചെയ്യേണ്ട, കുട്ടികൾക്ക് കൊടുക്കണ്ട. ഇവിടെ ഓറൽ പണിഷ്മെന്റ് ആവാം, വഴക്ക് പറയും, അതേപോലെ എന്താ പറയാ ഫിസിക്കൽ പണിഷ്മെന്റ് നമ്മൾ അടി വെച്ച് കൊടുക്കാന്നുള്ള അങ്ങനെ ഒന്നും ചെയ്യേണ്ട കുട്ടികൾക്ക്. കുട്ടികൾക്ക് എന്തിന്റെ ആവശ്യമില്ല, റിവാർഡ്സിന്റെയും അതേപോലെ തന്നെ പണിഷ്മെന്റിന്റെയും ആവശ്യമില്ല എന്നാണ് മോണ്ടിസോറി ബിലീവ് ചെയ്യുന്നത്. ഓക്കെ, ശമല റീഡ് ചെയ്തോട്ടാ. നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്.
No need for reward and punishment. A boy was rewarded with a medal by an untrained teacher for good behavior. A few moments later, Montessori observed the boy taking off his medal. This struck Montessori, realizing that children showed no need for reward and punishment, which intervene with the child's choice of activity. ഓക്കെ. അപ്പോൾ ഇത്രയും പ്രിൻസിപ്പിൾ ഡിസ്കവറീസ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ഡിസ്കവറീസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. മോണ്ടിസോറി വർക്ക് ആഫ്റ്റർ വേർഡ്സ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ടോ നമ്മളുടെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആയിട്ട് മോണ്ടിസോറി വർക്ക് ആഫ്റ്റർ വേർഡ്സ്. അത് നമ്മളിപ്പോ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഇൻട്രൊഡക്ഷനും അതേപോലെ തന്നെ എന്താ പറയാ നമ്മൾ സെമിനാർ ഒക്കെ കണ്ടക്ട് ചെയ്തതിന്റെ ഏകദേശം സെയിം പോർഷൻ ആണ്. അതിന് സെമിനാർ തരട്ടെ ആർക്കെങ്കിലും 1-2 പേർക്ക് ആണെങ്കിലായിരിക്കും നല്ലത്. സെമിനാർ എടുക്കാനായിട്ട് റെഡിയാണ് ആരെങ്കിലും. അത് പറയേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ തന്നെയാണ്. സെമിനാർ തന്നിട്ടില്ലായിരുന്നു, അതെന്തായിരുന്നു പറഞ്ഞത്? എന്താണ്? ഇതിനു മുമ്പ് ഒരു സെമിനാർ തന്നില്ലായിരുന്നു, അതെന്നത്തേക്കായിരുന്നു പറഞ്ഞത്? അതെടുത്തില്ലേ നമ്മള്? അത് 29-ാം തീയതിയിലേക്ക് എടുത്തിട്ടില്ല. ഇല്ല, മോണ്ടിസോറിനെ കുറിച്ചിട്ട് സെമിനാർ എടുത്തിട്ടില്ല. ഇല്ല, എടുത്തില്ല. അത് തന്നെയാണ്, സെയിം പോർഷൻ ആണ്. മോണ്ടിസോറി സെമിനാറിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോർഷൻ തന്നെയാണ് ഇനി വരുന്നത്. അപ്പൊ ആ സെമിനാർ നമുക്ക് നെക്സ്റ്റ് വീക്ക് അത് 5-6 ആൾക്കാരോട് പറഞ്ഞിട്ടേ ഉള്ളായിരുന്നു. എന്നെ ഞാൻ പറയാം: ഫാത്തിമ, മഷ്രിഫ, ആയിഷ, ഷർലി, രഞ്ജിത, തൻസി. കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ടുള്ള സെമിനാർ ചെയ്യാൻ പറ്റുമോ മാം? ഞാൻ നാളെ മുതൽ ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്. അപ്പം സെമിനാർ ഞാനിപ്പോ ചെയ്യാൻ പറ്റുമോ? റെഡിയാണോ? റെഡിയാണ്. ഓക്കേടാ, മോനെന്താ പ്രസന്റ് ചെയ്തോ? ഒരു മിനിറ്റ് സിന്ധു, മോനെന്താ പറഞ്ഞത്? മാം, ഞങ്ങളിപ്പോ 1 month ആയിട്ട് ഞങ്ങൾ കുറച്ച് പേര് ഇപ്പോ ക്ലാസ് നമുക്ക് റെക്കോർഡ് ക്ലാസ്സിൽ കാണാൻ പറ്റുള്ളൂ, അതും സമയം പോലെ കാണാൻ പറ്റുന്നുള്ളൂ, ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റുന്നില്ല. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്ന സെമിനാർ എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ ഇത് നമുക്ക് ഈ പറയുന്ന പോലെ ഇനിയിപ്പം എക്സാമിന്റെ മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് മാർക്കൊക്കെ ഉള്ളതല്ലേ, ഈ സെമിനാർ അസൈൻമെന്റ് ആ പോർഷൻ ഒക്കെ വരുന്നല്ലേ? മോനൊക്കെ സെമിനാർ എടുത്തിട്ടുണ്ട്. തമന്ന, അർച്ചനയൊക്കെ സെമിനാർ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വിഷാന എല്ലാവരും സെമിനാർ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈം മുതൽ എപ്പോഴെങ്കിലും സെമിനാർ എടുത്താൽ മതി. ഞങ്ങളുടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് സെമിനാർ എടുത്താൽ മതി. പക്ഷെ PGക്ക് സെപ്പറേറ്റ് ആണ്. PGയുടെ സെമിനാർ വ്യത്യാസമുണ്ട്. പക്ഷെ ഡിപ്ലോമയില് നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സെമിനാർ എടുത്താൽ മതി. അപ്പൊ ഞാനും അർച്ചനയൊക്കെ കഴിഞ്ഞായിരുന്നു മാം. ഫസ്റ്റ് എയ്ഡ് കൂട്ടി നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇപ്പൊ മാം തന്നിരിക്കുന്ന സബ്ജക്ട് നമ്മുടെ കൈവശം ഉണ്ടാവണോ? നമ്മളത് നോട്ട് ചെയ്ത് വെച്ചിരിക്കണോ? മരിയമ്മോണ്ടിസോറിനെ കുറിച്ചിട്ട് സെമിനാർ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരോടും. നമ്മള് ഓൾറെഡി അസൈൻമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ നമ്മള് ഇപ്പൊ സെമിനാർ ആയിട്ടുള്ള വിഷയം നമുക്ക് അറിയില്ലായിരുന്നു, ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ലായിരുന്നു. അപ്പൊ ഇത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതിയല്ലോ, ഞങ്ങൾ ഇനി പ്രസന്റ് ചെയ്യണം എന്നില്ലല്ലോ. പ്രസന്റ് ചെയ്യണമെന്നില്ല, കാരണം നിങ്ങൾ ഓൾറെഡി എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ആവുമ്പോ നമ്മൾ എക്സാമിനോടൊക്കെ അടുക്കുമ്പോ ഒരു 10 അസൈൻമെന്റ്സ് വരും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 അസൈൻമെന്റ്സ് ഉണ്ട്. അതിന് നല്ല മാർക്ക് ഉണ്ട്, 100 മാർക്ക് ഉണ്ട്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് ചെയ്യണം. അപ്പൊ അതിൽ വരുന്നുണ്ട് മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ടൊക്കെ. അപ്പൊ ആ സമയത്തായാലും ചെയ്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞ സെമിനാർ എന്ന് പറഞ്ഞാൽ മരിയ മോണ്ടിസോറി ആയിരുന്നു. മഷ്റഫ് അല്ലേ എടുക്കുന്നത്? ഓക്കേടാ, പ്രസന്റ് ചെയ്തോട്ടാ. എല്ലാവരും ഒന്ന് കേട്ടോട്ടാ, ശ്രദ്ധിച്ചോ. ഞാനൊരു PPT പ്രസന്റേഷൻ പോലെയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഞാൻ സ്റ്റോപ്പ് ചെയ്യാം, എന്റെ പ്രസന്റേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഇല്ല മാം, ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നില്ല, ക്യാമറ ഓൺ ആക്കിയിട്ട് ലാപ്പിൽ കാണിക്കുന്നു.
ഓക്കെ. ഇതാണ് ഇൻട്രൊഡക്ഷൻ. Maria Montessori was born on 31st August 1870. She was an Italian educator and physician. She was best known for her philosophy of education, well known as Montessori method. At early stage, she joined in boys' school to become an engineer, but she was not satisfied with it and changed her mind and joined medical school in Sapienza University of Rome. She was the first woman to join medical school in Italy. She graduated in 1896 with all the honors. She loved the children much. She believed that it is the children who make the difference in the society. Hence, she improvised a method which concentrates on child. Firstly, she concentrated on disabled children. It gave a very good result. Then she tried these methods on normal children. It gave a rapid result. She adopted child-centered method that prompted independence, freedom within limits, and respect for child's natural development. Her approach has been applied in various settings from preschool to elementary education and beyond. Here we can discuss about the Montessori methods, her principles, practical application, etc. Findings: Maria Montessori, the woman who revolutionized education. Montessori methods and principle. First principle is Montessori's observation led her to develop a unique approach to education focusing on self-directed learning, hands-on activity, collaborative play. She believed that children have an innate desire to learn things and educator is to guide and support this process. First principle is self-directed learning. Children learn best when given the freedom to explore and discover concepts at their own pace. ഇത് പറയുന്നത് നമ്മൾ ചിൽഡ്രനെ നമ്മൾ എത്ര അവസരമാണോ കൊടുക്കുന്നത്, എത്ര ഫ്രീഡമും അവസരമാണോ ചിൽഡ്രന് അവരുടെ എബിലിറ്റീസ് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത്, അതിനനുസരിച്ച് ചിൽഡ്രൻസിന്റെ ഗ്രോത്തും ഇൻക്രീസ് ചെയ്യും. Hand-on activity. Practical designs and specially designed materials help children develop motor, cognitive and social skills. മോണ്ടിസോറി മെത്തേഡ്സ് എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം എല്ലാം അതിൽ കുറെ പ്രാക്ടിക്കലി ചിൽഡ്രൻസിന് കുറെ മെറ്റീരിയൽസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു മോണ്ടിസോറി ക്ലാസ് എടുക്കുന്നത്. അതിലൂടെ ചിൽഡ്രൻസിന് അവർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെടും. പ്രാക്ടിക്കലായിട്ട് നമ്മൾ കാണുമ്പോൾ വെറൈറ്റീസ് ആയിട്ടുള്ള ഐറ്റംസും പിന്നെ അതുപോലെയൊക്കെ കാണുമ്പോൾ ചിൽഡ്രൻസിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അതൊക്കെ കാണാൻ. പിന്നെ കൊളാബറേറ്റീവ് മിക്സ്ഡ് ഏജ്ഡ് ക്ലാസ് റൂംസ് ആൻഡ് പിയർ ഇന്ററാക്ഷൻ ഫോസ്റ്റർ സോഷ്യലൈസേഷൻ, എംപതി ആൻഡ് കമ്മ്യൂണിറ്റി. മോണ്ടിസറി മെത്തേഡ് എന്ന് പറയുന്നത് LKG 5 വയസ്സുള്ള കുട്ടികൾ LKG, അതുപോലെ ഒരേ ഏജിലുള്ള ഗ്രൂപ്പ് കുട്ടികൾ മാത്രമല്ല ഒരു ക്ലാസ്സിൽ ഉണ്ടാവുക. എല്ലാ ഏജിലുള്ള കുട്ടികളും ആ ക്ലാസ്സിൽ ഉണ്ടാവും. അതിലൂടെ അവർക്ക് മുതിർന്നവർ ചെറിയവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ റെസ്പെക്ട്, ഈക്വാലിറ്റി എല്ലാം അവര് അതിലൂടെ പഠിക്കും. പിന്നെ കുറച്ച് മെറ്റീരിയൽസ് ആണ്, മോണ്ടിസോറി മെറ്റീരിയൽസ് ആണ്. ഫസ്റ്റ് വൺ പിങ്ക് ടവർ, സെക്കൻഡ് ഡ്രസ്സിംഗ് ഫ്രെയിം, തേർഡ് വൺ കളർ ബോക്സ്, ഫോർത്ത് വൺ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, ഫിഫ്ത്ത് വൺ ബീഡ്സ്, സെവൻത്ത് വൺ ഗോൾഡൻ ബീഡ്സ്, എയ്ത്ത് വൺ നോബിൾ സിലിണ്ടർ, നയൻത്ത് വൺ നമ്പർ റോഡ്. ബുക്സ് ഓഫ് മോണ്ടിസോറി തന്നെ എഴുതിയ ബുക്സ് ആണ് ഇത്. ദ അബ്സോർബന്റ് മൈൻഡ്, ദ മോണ്ടിസോറി മെത്തേഡ്, ദ മോണ്ടിസോറി എലിമെന്ററി മെത്തേഡ്, ഡോക്ടർ മോണ്ടിസോറിസ് ഓൺ ഹാൻഡ് ബുക്ക്. പിന്നെ വരുന്നത് ബെനിഫിറ്റ്സ് ഓഫ് മോണ്ടിസോറി മെത്തേഡ്സ് ആണ്. ഇറ്റ് ഫോസ്റ്റേഴ്സ് ഇൻഡിപെൻഡൻസ് ആൻഡ് സെൽഫ് ലേണിംഗ്. ഒരു കുട്ടീൻ്റെ ഇൻഡിപെൻഡൻസിനും സെൽഫ് ലേണിങ്ങിനും മോണ്ടിസോറി മെത്തേഡ്സ് ഭയങ്കര ഉപകാരപ്പെടുന്നുണ്ട്. ഡെവലപ്പ് ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റി. ഒരു കുട്ടീൻ്റെ തിങ്കിങ് എബിലിറ്റി കൂടാനും മോണ്ടിസോറി മെത്തേഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അലൗസ് ടു എൻജോയ് ആൻഡ് എക്സ്പ്രസ് ദെയർ ക്രിയേറ്റിവിറ്റി. അവരെ ക്രിയേറ്റിവിറ്റി ഒക്കെ എക്സ്പ്രസ് ചെയ്യാനും അവരത് എൻജോയ് ചെയ്തിട്ട് എക്സ്പ്രസ് ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് കാറ്റേഴ്സ് ഇൻഡിവിജ്വൽ ലേണിംഗ് സ്റ്റൈൽസ്. ഓരോ ഇൻഡിവിജ്വലും യുണീക്ക് ആയിരിക്കും. അതിനനുസരിച്ചിട്ടായിരിക്കും ഓരോ കുട്ടികളും ലേൺ ചെയ്യുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു മേക്ക് എവരി ഹ്യൂമൻ യുണീക്ക്.
ഇറ്റ് ഗീവ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ചൈൽഡ്. അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ചൈൽഡ്സും പിന്നെ നോർമൽ ചൈൽഡ്സും ഒക്കെ അവിടെ ഉണ്ടാവും. അവരൊക്കെ ഈക്വൽ ആയിട്ട് തന്നെയായിരിക്കും അവിടെയുള്ള എല്ലാവരും കാണുന്നത്. ഇറ്റ് ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് എക്സ്ട്രീം ഇൻ ചൈൽഡ്. കുട്ടികളിൽ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. ഇറ്റ് ക്രിയേറ്റ്സ് എംപതി ബൈ സോഷ്യൽ ലേണിംഗ്. എംപതിയും സോഷ്യൽ ലേണിംഗ് ഒക്കെ മോണ്ടിസോറി മെത്തേഡ്സിൽ ഉണ്ടാക്കാൻ പറ്റും. ചിൽഡ്രൻ ലവ് ടു റിപ്പീറ്റ് ദെയർ വർക്ക്. അവർ ചെയ്യുന്ന വർക്ക് അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ട് ലവ് ചെയ്യും. മെയിൻറ്റെയിൻഡ് ഡിസിപ്ലിൻ. മോണ്ടിസോറി മെത്തേഡ്സിൽ എല്ലാം കുട്ടികളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത് കൊണ്ട് അവര് അത് ഡിസിപ്ലിനായിട്ട് നേരെ എല്ലാ കാര്യങ്ങളും ചെയ്യാനും പഠിക്കും. ഫൈനലി കൺക്ലൂഷൻ. Maria Montessori's revolutionary approach has created a lasting impact on social development and learning. By following self-directed learning, hand-on activity, and individualized instruction, it has promoted critical thinking, creativity, and independence. As we have discussed throughout the seminar, Montessori principles and practices widely accepted and researched all over the world. Maria Montessori's works and theories has transformed our systematic education system. Her method had been accepted worldwide, influencing educational practices and philosophies. Her work continued to inspire educators, parents, and researchers, shaping our understanding of child development and learning. Her admirable work has left an incredible mark on education. As we look future, Montessori's legacy reminds us to the importance of creativity, promoting child's curiosity, independence, etc. Hereby conclude by saying Montessori's words. The greatest sign of success for a teacher is to be able to say, the children are now working as if I did not exist. Thank you, ma'am. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. നന്നായിരുന്നു കേട്ടോ. സെറ്റ് Thank you, ma'am. പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. അപ്പോ Thank you, ma'am. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ബട്ടൺ കളറിംഗ് ബോക്സ് പ്രസന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, മാം ഇപ്പൊ തരാമെന്ന് പറഞ്ഞ സെമിനാർ ഈ സെയിം സബ്ജക്ട് തന്നെയല്ലേ? മരിയ മോണ്ടിസോറി തന്നെയല്ലായിരുന്നു? അതെ അതെ, സെമിനാറും സെയിം തന്നെയായിരുന്നു. എനിക്ക് മാറിപ്പോയത് അങ്ങനെ നിങ്ങൾ എടുത്തു എന്ന് വിചാരിച്ചു. കുറെ പേര് സെമിനാർ എടുത്തു എന്നുള്ളൊരു ഓർമ്മയിൽ വന്നതാ. അപ്പൊ ലാസ്റ്റ് ആ പോർഷൻ ഉണ്ടല്ലോ, അത് ഇത് ഡീൽ ചെയ്യുന്നതാ. മരിയ മോണ്ടിസോറി ഒബ്സർവേഷനും കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്ന കൺക്ലൂഡഡ് ആയിട്ടുള്ള പോർഷൻ ആണ് ഇനി നമ്മൾ പഠിക്കുന്നത്. അപ്പൊ സെമിനാർ ഓൾറെഡി എടുത്തവർക്ക് ഇത് കേൾക്കുമ്പോൾ സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾ സെമിനാർ എടുക്കുമ്പോൾ ആ ഒരു പോർഷൻ കൂടി ഒന്ന് റെഫർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ജസ്റ്റ് കുറച്ച് ഇയേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കോട്ട് ചെയ്യുന്നുള്ളൂ. മരിയ മോണ്ടിസോറി വിസിറ്റ് ചെയ്യുന്നു, ആ ടൈം പീരീഡും ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്ത കാര്യങ്ങളും ഒക്കെയാണ് അവിടെ വരുന്നത്. ആ ടൈമില് ഒരുപാട് നാഷണൽ ഹീറോസ് ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, കുറെ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള വ്യക്തികളൊക്കെ ആയിട്ട് മരിയ മോണ്ടിസോറി ഇന്ററാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടാണ് ആ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് വരുന്നത്. അത് അതിന് സെമിനാർ എടുക്കാൻ ഒക്കെ ആണെങ്കിൽ അത് ഒരാൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞവരല്ല കേട്ടോ, ഞാൻ മരിയ മോണ്ടിസോറിയുടെ സെമിനാർ പറഞ്ഞവരല്ല, അല്ലാത്ത ആരെങ്കിലും. സെമിനാറൊക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടെ പല അഭിപ്രായങ്ങളും ഒപ്പീനിയനൊക്കെ ആയതുകൊണ്ട് മിണ്ടാതിരിക്കുക. കാരണം സെമിനാറൊക്കെ എടുത്തെങ്കിലല്ലേ മോണ്ടിസോറി ടീച്ചർ ആവാൻ പറ്റൂ. ഇവിടുത്തെ ഒപ്പീനിയൻ ഒക്കെ കേട്ടുകൊണ്ട് വേണങ്ങാതിരിക്കുക. എഴുതി നോക്കി എഴുതിയെടുത്ത് ചെയ്യാനൊന്നും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാനും ഈ നമ്മുടെ ടെസ്റ്റിലുള്ളത് സെമിനാറായിട്ട് ചെയ്യാം. ഓക്കേടാ, അത് സെമിനാർ എടുത്താൽ മതി. ഇവരെല്ലാവരും സെമിനാർ എടുത്ത് കഴിഞ്ഞിട്ട് എടുത്താൽ മതി. കാരണം ഓൾറെഡി അത് ഇൻക്ലൂഡഡ് ആവും, സെമിനാറിൽ അത് ഇൻക്ലൂഡഡ് ആവണം. അപ്പം സിമ്പിൾ ആയിട്ട് നമുക്ക് അതൊന്ന് ടെസ്റ്റ് റീഡ് ചെയ്ത് പോകുമ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ജസ്റ്റ് ഇയേഴ്സും കാര്യങ്ങളാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വായിക്കുമ്പോൾ ഇയേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അത് സാധാരണ സെമിനാറിൽ ഇൻക്ലൂഡ് ആവാറുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കെ. ഷംല അല്ലെ? അപ്പൊ ഇതുവരെ സെമിനാർ ചെയ്യാത്തവരോ മാം? ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് ആ ചാൻസ് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇനിയും കിടക്കാണ് പോർഷൻ. ഒരുപാടുണ്ട്. കാരണം നമ്മള് ഇനി വരുന്ന നോർമലൈസേഷൻ ഡീവിയേഷൻ ഒക്കെ ഞാൻ ചാപ്റ്റർ ഒന്നും കൂടി റിവൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാൻ വിചാരിക്കുന്നത് സെമിനാർ എടുക്കാത്ത കുട്ടികൾക്ക് ആ പോർഷൻ അങ്ങോട്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ അവരതങ്ങനെ എടുത്തോട്ടെ. അപ്പൊ നമുക്കൊരു റിവിഷനും ആകും, നമ്മൾ ആ പോർഷൻ ഒന്ന് പഠിക്കുകയും ചെയ്യും. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കറിയാലോ, തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ്. അപ്പൊ അത്
നിനക്കൊരു റിവിഷനും ആവും. എന്താണ് നമുക്കതൊരു ഒരു ഓർമ്മപ്പെടുത്തലാണ് അല്ലെ? വീണ്ടും ഒരു ഓർമ്മപ്പെടുത്തൽ. നമ്മൾ എടുത്ത കാര്യം വീണ്ടും ഓർക്കുമ്പോ നമുക്ക് പെട്ടെന്ന് അതൊന്ന് എന്താണ് മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റും. അതാണ് അങ്ങനെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ. നോർമലൈസേഷൻ ഡിവിയേഷൻ ഉണ്ട്, അതേപോലെ തന്നെ സൊസൈറ്റി ഓഫ് പോളിഷ് മീനിങ് സെമിനാർ കൊടുക്കാം, മൂവ്മെന്റ്സ് ഉണ്ട്, പിന്നെ ടെൻഡൻസി ഞാൻ എടുത്തു. ഓക്കെ, അപ്പോ അങ്ങനെ വിചാരിച്ചു. ഓക്കേടാ. പേഴ്സണൽ ഹൈജീൻ ആ ടോപ്പിക് വന്നപ്പോ ഒരു പ്രാവശ്യം പ്രസന്റ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അതെന്താ ചെയ്യാൻ? ഞാൻ വേറെ ഒന്നും പറയുന്നത് നിങ്ങളോട് ചോദിക്കാറുണ്ടല്ലോ. പിന്നെ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇനി സ്കൂളിലേക്ക് പോണ കാരണം ഇനി ചെയ്യണ കാര്യം ബുദ്ധിമുട്ടായിരിക്കും. കുഴപ്പമില്ല, ഒരു പ്രാവശ്യം സെമിനാർ എടുത്താൽ മതി. എല്ലാവരും പേര് കറക്റ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ സെമിനാർ എടുത്തത് ശരിക്കും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആര് സെമിനാർ എടുക്കാണ്ട് സ്കിപ്പായെന്നും അതെടുക്കാൻ പറ്റാത്ത ആർക്കൊക്കെയാണെന്ന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല. അപ്പൊ ഞാൻ ക്ലാസ് വൈകിട്ട് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.